സെക്യൂരിറ്റി പ്രസ്സൊക്കെ നടത്തിക്കഴിഞ്ഞ് തുറന്ന് കാണിക്കുമ്പോൾ ഇയാൾ അടിച്ചു മാറ്റിയ എല്ലാ സംഭവങ്ങളും ആ വോൾട്ടിനകത്തുണ്ട്. ഹീറോ ഇവർക്ക് കൊടുത്ത ബുദ്ധപ്രതിമയുണ്ട്. ഒന്നുകൂടെ കണ്ടതിൽ സന്തോഷം ബുദ്ധ എന്ന് പറഞ്ഞ് ഹീറോ ചുറ്റും നടന്ന ഓരോ ആൻറ്റിക്സും കാണാൻ തുടങ്ങും. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, നിങ്ങളിതെല്ലാം ഈ വോൾട്ടിൽ 10 വർഷം സൂക്ഷിച്ചിട്ട് സ്റ്റാച്യു ലിമിറ്റേഷൻ കഴിയുന്ന സമയത്ത് വിൽക്കും. അപ്പോൾ ഒരുപാട് പണം കിട്ടും. അടിപൊളി ഐഡിയ. ഇത് കിങ് സെജോങ്ങിന്റെ പോർട്രേറ്റ് ആണല്ലോ, ഞാനിത് അന്വേഷിച്ച് എത്ര സ്ഥലത്ത് നടന്നിട്ടുണ്ട് എന്നും പറഞ്ഞിവൻ ചുറ്റും ഓരോന്ന് കാണിച്ച് നടക്കുക. ചെറുപ്പത്തിൽ ഇവൻ എടുത്തു കൊടുത്തില്ലൊരു പോട്ട്, അതുകൊണ്ട് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തലവൻ ഹീറോയുടെ തലയ്ക്ക് തോക്ക് വയ്ക്കുന്നത്. സത്യം പറയാടാ, നീ ആരാണ്? നീ എന്തിനാണ് എൻ്റെ അടുത്തേക്ക് വന്നത്, എന്നെ അപ്രോച്ച് ചെയ്ത്? നീ എന്തുകൊണ്ടാണ് ഈ വോൾട്ട് കാണണമെന്ന ഉദ്ദേശം മുന്നോട്ട് വെച്ചത്? സത്യം പറ. ഏതൊരു കള്ളത്തലവനും തോന്നുമല്ലോ ഇവൻ എന്ത് ഐഡിയ ഇടണേന്നുള്ളത്. ഹീറോ ഉള്ള കാര്യം പറയും. സത്യം പറയാലോ, നിങ്ങളുടെ വോൾട്ടിനകത്ത് എന്തുണ്ട്, അതെങ്ങനെ അടിച്ചു മാറ്റാൻ കഴിയും എന്നൊരു ഐഡിയ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് വന്നത്. പക്ഷെ ഇപ്പം കാര്യം മനസ്സിലായി, ഇവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം വെച്ച് ഇമ്പോസിബിൾ ആണ് ഇതിനകത്തേക്ക് കടക്കാൻ. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ കടന്നാലും നിങ്ങളറിയാതെ ഈ രാജ്യത്തൊന്നും ഒരു സാധനം പോലും വിൽക്കാൻ പറ്റില്ല. എൻ്റെ കഥ തീരും. അങ്ങനെ ചാവുന്നതിലും ഭേദം ആ റോയൽ സോഡ് കുഴിച്ചെടുത്ത് നിങ്ങൾക്ക് തന്നെ തരുന്നതാണ് നല്ലത്. അതാണ് ഇപ്പം എൻ്റെ മനസ്സിലെ ചിന്ത. ഇപ്പം നിങ്ങൾക്ക് എന്നെ വിശ്വാസമായോ? ഞാൻ ഉള്ള കാര്യം തുറന്ന് സത്യമായിട്ട് പറഞ്ഞു. അത് കേട്ട് തന്തത്തലവന് വിശ്വാസമായി. ഉള്ള കാര്യവും പറഞ്ഞു. ഇനി നീ ചെയ്യേണ്ടത് ആ റോയൽ സോഡ് എടുത്തുകൊണ്ട് വരിക. ബ്രിങ് മീ ദ സ്വാഡ്. നിന്റെ കട്ടിങ് നീ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഞങ്ങൾ തരുന്നതാണ്. ഹീറോ പറയും, അതെനിക്കറിയാം. എന്തോ ഒരു കല്ല് വെച്ച വർത്താനം. അന്ന് വൈകിട്ട് ഈ പിയെ തലവനോട് പറയുന്നുണ്ട്, ഇവര് കുഴിക്കാൻ പോകുന്ന ടോംബില്ലേ, അതിന് ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെയുണ്ട്. ആ പണികൾ ഗവൺമെന്റ് ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്യും. സോ അതിനു മുന്നേ തന്നെ ഇവർ ആ ടോംബ് തുറക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്ത് സാധനം അടിച്ചു മാറ്റണം. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ ടോംബിനകത്ത് ഈ സ്വോർഡുള്ള കാര്യം ഗവൺമെന്റ് മനസ്സിലാക്കുകയും ചെയ്യും. ഇത് കേട്ടുടനെ തലവൻ പറയും, എത്രയും പെട്ടെന്ന് ആ പൊടിയന് വേണ്ട സാധനങ്ങൾ കൊടുത്ത് അവന്റെ പണി തുടങ്ങാൻ പറയും. തലവൻ ആ അടിക്കാരനോട് പറയുന്നുണ്ട്, അതൊരു ലെജൻഡറി സ്വോർഡാണ്. ജനറൽ ഇ യോങ്ങിന്റെ കയ്യിലുണ്ടായിരുന്നു. ആ വാള് കൈവശമുണ്ടായിരുന്നവരെ ആർക്കും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഈ ലോകം ഭരിക്കുന്ന രാജാക്കന്മാരായിരുന്നു. ഞാനും അതായിരിക്കും. ആ സ്വോർഡിനോട് തീരാത്ത ആഗ്രഹമായി നമ്മുടെ തലവന്. അത് കഴിയുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് പുതിയൊരു ഓഫീസ് പോലത്തെ വലിയ സ്പേസ് സ്ഥലമൊക്കെ കൊടുക്കുന്നുണ്ട് ഹീറോയിൻ അവന്റെ ജോലികൾക്ക് വേണ്ടി. രണ്ടുപേരും ഓരോ ഡ്രിങ്ക്സ് ഒഴിക്കുന്നു. ഹീറോ പാട്ട് വയ്ക്കുന്നുണ്ട്. മെല്ലെ ആ പാട്ട് കേട്ടുകൊണ്ട് ഡ്രിങ്ക്സ് കുടിച്ചോണ്ടിരിക്കവേ ഹീറോ പറയും, ഇതെന്റെ ഫേവറേറ്റ് സോങ് ആണ്. ഈ മുറി ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കുമ്പോൾ അവൻ, ഇതെന്റെ ബെഡ്റൂമിനെക്കാട്ടിലും ചെറുതാണ്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയും. അവൻ ആക്രി കടയിലാണ് താമസം, എന്നാലും അങ്ങനെയാണ് പറയണം. പോട്ടെ. അങ്ങനെ പാട്ടിങ്ങനെ പാടിക്കൊണ്ടിരിക്കവേ മുഖത്തോട് മുഖം നോക്കി പെട്ടെന്നൊരു അവളും അത് പ്രതീക്ഷിച്ച പിന്നൊന്നും മിണ്ടൂല. അവളും മെല്ലെ ഗ്ലാസും വെച്ചിട്ട് ഇറങ്ങിപ്പോകുന്നു. പോകാൻ നേരം, നീ ആ സ്വോർഡുമായി പുറത്തു വന്നില്ലെങ്കിൽ നീ മരണപ്പെടും, അത് മനസ്സിൽ ഓർമ്മയിരിക്കട്ടെ. അത് കേട്ട ഹീറോ ചോദിക്കും, സ്വോർഡുമായിട്ട് വന്നാലും ഞാൻ മരണപ്പെടില്ലേ? അതിനവള് ചിരിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നു. പിറ്റേന്ന് ജയിലിൽ നിന്ന് ഒരു ജടമുടിയൻ ഇറങ്ങി വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു രുദ്രഭാവം. ഇവന് പുറകെ നമ്മുടെ ഡോക്ടറും ഹീറോയും ഫാമിലി ഇങ്ങനെ ചെല്ലും. കാർ ഓടിച്ചു. നിങ്ങളല്ലേ പഴയ കോൾ മാസ്റ്റർ ഓഫ് ഷവലിംഗ്? തുരന്ന് വലിയൊരു കോള് തന്നെ തുരന്ന് അവിടെ പണിയെടുത്ത് പണ്ടാറടങ്ങിയപ്പോൾ ഹൈവേ തുറന്ന് ഓയിൽ മില്ലിൽ നിന്ന് ഓയിൽ അടിച്ചു മാറ്റാൻ ശ്രമിച്ച അവസാനം പോലീസ് പിടിച്ച്, പിന്നെ ഒരു 650 മീറ്റർ കുഴി തുറന്ന് അതിനകത്ത് ഒളിച്ചിരുന്ന് അവസാനം വിശന്നപ്പോൾ പുറത്തേക്ക് വന്ന് പോലീസ് പിടികൊടുത്ത ആള്, ആ വലിയ മഹത് വ്യക്തി നിങ്ങളല്ലേ? ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു ജോലി ചെയ്യാൻ പറ്റുമോ? അയാൾ പറയും, പറ്റില്ല, ഞാൻ കുഴിമാന്തലൊക്കെ നിർത്തിയെന്ന്. ഉടനെ ഇവര് അയാളെ കളിയാക്കാൻ തുടങ്ങും. ഇവന്റെ മോന്തയും രൂപവും ഭാവം കണ്ടിട്ട് ഇവനൊന്നും അത്രയും ദൂരം കുഴിക്കാനുള്ള സാധ്യതയില്ല, അതൊക്കെ കെട്ടുകഥകളായിരിക്കും ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി. അത്രയും ത്രാണിയൊന്നുമില്ലാത്ത മനുഷ്യൻ. ഇങ്ങനെ കുത്തി പറഞ്ഞിട്ടും ആൾക്കൊരനക്കൂല. അവസാനം ഹീറോ ഒരു ഒറ്റ കൈ പ്രയോഗിക്കും. നല്ല സുന്ദരിയായ ഒരു പെണ്ണുമായിട്ട് ഒരു ഡേറ്റിംഗ് ഞങ്ങൾ സെറ്റാക്കി തരട്ടെ. ഇപ്പം ശരിയാണോ? ഇപ്പോൾ ഓക്കെയാണോ? ഉടനെ അണ്ണൻ ഓടുന്ന വണ്ടിയിൽ ചാടി കയറുന്നുണ്ട്. അങ്ങനെ പുള്ളിയും കൂടി സെറ്റിലായി. പുള്ളിയാണ് തുരക്കലുകാരൻ. ഇനി അവർക്ക് 45 ദിവസമേ ഉള്ളൂ. എല്ലാവരെയും കൂടി ഓഫീസിലേക്ക് കൊണ്ടുവരുന്നു. ആസ് സൂൺ ആസ് പോസിബിൾ ഇവർ ടണൽ തുറക്കാൻ തുടങ്ങണം. പക്ഷെ തുറക്കുന്ന ശബ്ദം വരുമല്ലോ, അതുകൊണ്ട് ആ നോയ്സ് മറ്റുള്ളവർ കണ്ടുപിടിക്കാതെ ഇരിക്കണം. ഈ ടോംബിന് ഏറ്റവും അടുത്ത സ്പോട്ട്, സേഫ് ആയിട്ടുള്ള സ്പോട്ട് ഒരു ബാറാണ്. ആ ബാറിന്റെ മുതലാളിന്റെ കൈയും കാലും ഒടിച്ച് അവൻ്റെ ഇന്ന് സൈനും വാങ്ങിച്ച് ഇവർ ആ ബാർ സ്വന്താക്കി. നമ്മുടെ ജടമുടിയന് താമസിക്കാൻ, കൂട്ടുകാർക്ക് താമസിക്കാനും ഒരു സ്ഥലം ഇവർ വാങ്ങിക്കുന്നുണ്ട്. ബ്രോക്കറെ പുള്ളി വളയ്ക്കാൻ നോക്കി. ആ പെണ്ണിന് ഇവനെ കണ്ടാൽ തന്നെ പേടിയാവുന്നു. ഇവരവിടെ നിന്ന് ആ ബാറിൽ നിന്ന് ടണൽ തുറന്നു കഴിഞ്ഞാൽ സ്യൂവറിലേക്കാണ് എത്തുക. ആ സ്യൂവറിൽ നിന്ന് വേണം ഈ ടോംബുള്ള പാർക്കിലേക്ക് ചെല്ലാൻ. സംഭവം ഒരു ബാർ വാങ്ങിക്കും. ബാറിലേക്ക് കസ്റ്റമേഴ്സിനെ കയറ്റില്ല. തിരക്കാന്നും പറഞ്ഞ് ആള് ഫുള്ളാന്ന് പറഞ്ഞ് ആൾക്കാരെ ഓടിച്ചളയും. ബാറിനകത്ത് പാട്ടും കൂത്തും നല്ല സൗണ്ട്. ഈ പാട്ട് വെക്കുമ്പോൾ തുറക്കുന്ന ശബ്ദം കവറാവും. ഓക്കെ. എന്നിട്ട് ഇവർ തുരന്നെടുക്കുന്ന മണ്ണ് ഉടനെ തന്നെ പിക്കപ്പ് വാനിൽ കയറ്റിയിട്ട് അവിടുന്ന് സ്ഥലം മാറ്റുകയും ചെയ്യും. ഇതാണ് പരിപാടി. ഇനി തുരന്ന് ആ ടോംബിലേക്ക് ചെന്നാൽ അത് കോൺക്രീറ്റ് വാളല്ല, ഒരുമാതിരി ലൈമ് കൊണ്ടുണ്ടാക്കിയ ഒരു പ്രത്യേകതരം വാളാണ്. പഴയ വാളാണ്.
അതിനെ തുറക്കാൻ പറ്റത്തില്ല. കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് വേണം മാന്തി പൊളിച്ചെടുക്കാൻ. അങ്ങനെ അതിനു വേണ്ട കെമിക്കലും ഇവരുണ്ടാക്കിയിട്ടുണ്ട്. പണി ഇങ്ങനെ നടന്നു പോകുന്നു. ആ സമയത്താണ് പോലീസുകാരന് ഈ ബാറിൽ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന രീതിക്ക് ഇയാൾ അന്വേഷിച്ച് എങ്ങനെയോ ബാറിലേക്ക് വരുന്നുണ്ട്. തടയുന്നവന്മാരെയൊക്കെ തള്ളി മാറ്റി പുള്ളിക്കാരൻ അകത്തേക്ക് കയറി വരും. അപ്പോഴാണ് നമ്മുടെ അടിക്കാരൻ ജൂ നിൽക്കുന്നത്. നീയാണോ ഈ ബാറിന്റെ മുതലാളി? ഞാൻ അറിഞ്ഞില്ലല്ലോ. ആദ്യം വിളിക്കേണ്ട എന്നെയല്ലേ. എവിടെ ഞാൻ ബാറൊക്കെ കാണട്ടെ എന്ന് പറഞ്ഞ് ഇയാൾ നടക്കുന്നു. ഇവർ തടയാൻ നോക്കുന്നുണ്ട്. പോലീസുകാരൻ നിന്നു കൊടുക്കുന്നില്ല. അയാൾ അകത്തേക്ക് പോകാൻ ഫ്ലോറ് മൊത്തം മണ്ണ് കിടക്കുന്ന കാണും. സംശയപ്പെട്ട് പുള്ളി ഇവർ തുറക്കുന്ന മുറിയിലേക്ക് തള്ളിക്കേറുന്നു. പക്ഷെ തള്ളിക്കേറവേ എന്താണ്, അകത്ത് നമ്മുടെ ടീമുകൾ ഗേ കപ്പിൾസിനെ പോലെ ഗേകളെ പോലെ പാട്ടും വെച്ച് തുണിയൊക്കെ ഉരിഞ്ഞ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഹീറോ ഓടി വന്ന് പോലീസുകാരൻ്റെ ഷർട്ടും വലിച്ച് ഊരാൻ തുടങ്ങും. വായോ നീയാണോ പുതിയ ആളെന്നും പറഞ്ഞ്. പോലീസുകാരൻ പേടിച്ചരണ്ടിരിക്കുക. ഇപ്പം നാണാണെങ്കിൽ രാത്രി എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഹീറോ നമ്പറും കൊടുത്തിട്ട് പോകും. ഇയാൾ ഉടനെ ചാടി പുറത്തേക്ക് ഇറങ്ങി പേടിച്ചൊരു സിഗരറ്റ് വലിക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാരൻ്റെ ശല്യം കഴിയുമ്പോഴാണ് തുരപ്പം പറയുക, ടണലിൽ തുരന്ന് പോയതിലൊരു പ്രശ്നമുണ്ട്. അവിടെ ഒരു കല്ലുണ്ട്, ബെഡ് റോക്ക്. അത് തുറക്കാൻ പറ്റില്ല. അത് പൊട്ടിച്ച് മാറ്റാനേ പറ്റുള്ളൂ. പൊട്ടിച്ചു കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാവില്ലേ, പെട്ടെന്ന് ചെയ്യുകയും വേണം. അപ്പം എന്ത് ചെയ്യും? അതിനെ കവർ ചെയ്യാൻ എന്ത് ചെയ്യും? സിറ്റിയാണല്ലോ. ഹീറോ പറയും, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരേ സമയത്ത് മുകളിലും താഴെയായിട്ട് ഒരു ബ്ലാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ആൾക്കാർക്ക് സംശയം വരില്ല. സോ ഇവര് ആ ബെഡ്റോക്കുള്ള സ്ഥലത്തിന് മുകളിലായിട്ട് ഒരു ഗ്യാസ് വണ്ടി നിർത്തും പൊട്ടാൻ പാകത്തിന്. ഒരേ സമയത്ത് താഴെ ഈ കല്ലും പൊട്ടണം. അപ്പോൾ ആൾക്കാർക്ക് സംശയം വരില്ല. സോ ഇവർ കറക്റ്റ് ടൈമിന് വേണ്ടി കാത്തിരിക്കും. സിഗ്നൽ റെഡ് വീഴുമ്പോൾ ആളപായം ഇല്ലാത്ത സമയത്ത് നോക്കി ഹീറോ സ്വിച്ച് അമർത്തിക്കോ പൊട്ടിച്ചോന്ന് പറയും. ഈ തുരപ്പൻ സ്വിച്ച് അമർത്തിയിട്ട് ആ റിമോട്ട് കേടായി, ബാറ്ററി വീക്കാൻ തോന്നുന്നുണ്ട്, സാധനം പൊട്ടണില്ല. അവർ ടെൻഷൻ അടിച്ചിരിക്കെ ഒരു പട്ടിക്കുട്ടി ഈ പിക്കപ്പിന്റെ അടുത്ത് വന്ന് മൂത്രമൊഴിക്കുക. പൊട്ടിയ പട്ടിയും ചത്തില്ലേ. ഹീറോ ഓടിച്ചെന്ന് ആ പട്ടിക്കുട്ടീനെ എടുത്ത് അവിടെ നിന്ന് മാറ്റി ഓടവെയാണ് മുകളിലും താഴെയായിട്ട് പുട്ടോ എന്ന് പറഞ്ഞ് പൊട്ടുക. അങ്ങനെ എന്തായാലും ഒരു ബ്ലാസ്റ്റ് സംഭവിച്ച അവർക്ക് കല്ല് പൊട്ടിച്ച് കിട്ടി. നാട്ടുകാർക്ക് സംശയമില്ല. പക്ഷെ എന്തായാലും പോലീസ് അന്വേഷിക്കുമല്ലോ ഈ ബ്ലാസ്റ്റ് എങ്ങനെയാണ് ഉണ്ടായെന്ന്. അടുത്തുള്ള കടക്കാരൻ പറയും, സാർ ഞങ്ങളും പ്രതീക്ഷിച്ചില്ല, ട്രക്ക് കുറച്ചു നേരമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടും ചെയ്തു, ഭൂമിയൊക്കെ കുലുങ്ങുന്ന പോലെ തോന്നി. ആണോ CCTV എവിടെയെന്നും പറഞ്ഞിട്ട് പോലീസ് CCTV കാണുമ്പോൾ ഹീറോ പട്ടിക്കുട്ടീനെ എടുത്തോണ്ട് ഓടുക. ബ്ലാസ്റ്റ് നടക്കുന്നതിന് മുന്നേ ഹീറോ ഓടുന്നുണ്ട്, എന്തോ ബ്ലാസ്റ്റ് നടക്കാൻ പോകുന്നു എന്നറിയുന്ന പോലെ. അതെന്താ ചെറുക്കൻ അങ്ങനെ കാണിച്ച്, അവന്റെ മുഖം ഒന്ന് കാണിക്കും പറഞ്ഞിട്ട് സൂം ചെയ്ത് നോക്കവേ അത് ആ ബാറി കണ്ട ചെറുക്കനാണെന്നുള്ളത് പോലീസുകാരന് മനസ്സിലായി. അവന്റെ നമ്പർ ഉണ്ടല്ലോ കയ്യിൽ. പോലീസുകാരൻ പിന്നീട് എന്താ ചെയ്തെന്നറിയില്ല. ഇവിടെ ഹീറോ ബാറിലേക്ക് വരുന്നു, വൈകുന്നേരം കുഴി എവിടെ വരെ ആയി എന്നറിയാൻ വേണ്ടി. പക്ഷെ പുറകിൽ നിന്ന് ജൂന്റെ ആൾക്കാർ അവനെ തല്ലി ബോധം കെടുത്തി. ഇവര് കൊന്ന് വെള്ളത്തിലേക്കിടല്ലേ ലേക്ക്, അങ്ങോട്ടെടുത്തോണ്ട് വരുന്നു. അവന്റെ മേത്തേക്ക് കുറച്ച് ഫോട്ടോസ് ഇടുന്നുണ്ട്. അതിലവൻ ആ പോലീസുകാരനോട് സംസാരിക്കുന്ന പോലെ, മുതലാളിയുണ്ട് അവിടെ തന്നെ, എക്സ്പ്ലെയിൻ ചെയ്യും എന്താണ് സംഭവിച്ചത്. അടിക്കാരൻ ജൂ പറയും, ഇവനും പോലീസൊക്കെ കൂട്ടാണ് സാറേ, ചിലപ്പോൾ ഇവനും പോലീസായിരിക്കും, ഇവന്മാർ തമ്മിലുള്ള ഒത്തുകളിയാണ് നമ്മളെ ട്രാപ്പാക്കാൻ, ഇനി ചോദ്യം പറച്ചിലൊന്നും വേണ്ട, അവനെ തീർത്തേക്കാന്നും പറഞ്ഞ് കുളത്തും വിഴുങ്ങിയിട്ട് അവനെ തള്ളിയിടാൻ നേരമാണ് ഹീറോ പറയുക, ഒരു കാര്യം എന്നെ പറയാൻ അനുവദിക്കൂ. അയാള് പോലീസുകാരൻ ബുദ്ധ സ്റ്റാച്ചുവിനെ കുറിച്ച് ചോദിച്ചു, അതിന്റെ കേസ് അന്വേഷണത്തിലാണ്, ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, ദയവേത് എന്നെ കൊല്ലരുത്, ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് തലവൻ അവന് സമയം കൊടുക്കുന്നുണ്ട്. ഹീറോ പറയും, അയാള് ബുദ്ധപ്രതിമയെ പറ്റിയുള്ള കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അയാൾക്ക് ടിപ്പ് കിട്ടിയത് തന്നെ അടിക്കാരൻ ജൂവിന്റെ കയ്യിൽ നിന്നാണ്. അടിക്കാരൻ ജൂ ആ പ്രതിമ പുറംനാട്ടിലെ ഒരു CEOയ്ക്ക് വിൽക്കാൻ നോക്കി, നിങ്ങളറിയാതെ വിൽക്കാൻ നോക്കിയതാണ്. അതിലാണ് പോലീസുകാരനെല്ലാം മനസ്സിലാക്കിയത്. ആ പോലീസുകാരനെ എന്നെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ചെറിയൊരു കൊള്ളക്കാരനാണ്, അവന് വേണ്ടത് നിങ്ങളാണ്, നിങ്ങളിലേക്ക് എങ്ങനെയാണ് അടുക്കുക, നിങ്ങളെങ്ങനെയാണ് പിടിക്കാൻ പറ്റുക, നിങ്ങൾ ആരാണ് എന്നൊക്കെയാണ് അവൻ എന്നോട് ചോദിച്ചത്. എനിക്കത് അറിയാൻ പാടില്ല. പക്ഷെ അവൻ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ അടിക്കാരൻ ജൂവുമായിട്ട് കണക്ഷൻ വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജൂവും അയാളും സംസാരിച്ചിട്ടുണ്ട്, അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഹീറോ മൊബൈലിലെ റെക്കോർഡർ പ്ലേ ആക്കി കാണിച്ചു കൊടുക്കും. അതിൽ പോലീസുകാരൻ ഇവനും സംസാരിച്ചിട്ടുണ്ട്. ഈ തലവൻ എങ്ങനെയാണ് ഇത്രയും വലിയ പണക്കാരനായത്, അതിന്റെ പിന്നിലെ രഹസ്യം ചോദിക്കുന്നു. ഹീറോ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അയാൾ ജപ്പാനിലേക്ക് ഈ സാധനങ്ങൾ വിൽക്കുന്ന കാര്യം പറയുന്നുണ്ട്. അതിനെക്കുറിച്ചും ഹീറോ അറിയില്ല എന്ന് പറയുന്നു. എന്നാൽ ഈ വിവരങ്ങളൊക്കെ കിട്ടിയത് അടിക്കാരൻ ജൂവിൽ നിന്നാണ്. ജൂ ഇയാളെക്കുറിച്ച്, തലവനെക്കുറിച്ച് പല കാര്യങ്ങളും പല സ്ഥലത്തും പറയാറുണ്ട്. അതുവഴി ഈ തലവനിലേക്ക് അന്വേഷണം തിരിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് പോലീസെന്ന് പോലീസ് പറയുന്നുണ്ടാവും. ഒപ്പം നമ്മുടെ ഹീറോയിൻ തലവനോട് പറയും, അതെ ജൂ നിങ്ങളറിയാതെ സ്റ്റാച്ചു വേറൊരു ടീമിന് സെയിൽ ചെയ്യാൻ നോക്കിയിരുന്നു, ഞാനത് നിങ്ങളോട് പറഞ്ഞില്ല, പാവല്ലേ എന്ന് പറഞ്ഞ് ഒരു തവണ ഞാൻ അവനെ വിട്ടതാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന തലവൻ ബേസ്ബോൾ ബാറ്റ് എടുത്ത് അടിക്കാരനെ പൊരിഞ്ഞ തല്ല് അവനെ തല്ലി സൈഡാക്കിയിട്ട് പറയും, ഹീറോയോട് പറയും, നിനക്ക് ഒരാഴ്ച സമയം, അതിനുള്ളിൽ എനിക്ക് ആ സ്വാഡ് തോണ്ടിയെടുത്ത് തരാം, അതാണ് നിന്റെ ലൈഫ് ലൈൻ, മറ്റൊന്നിനെക്കുറിച്ചും ഇനി ഇവിടെ സംസാരമില്ല. അങ്ങനെ ആ സീൻ കഴിഞ്ഞു. അടുത്ത സീനിൽ ഈ ബാറിനകത്ത് തോണ്ടൽ നടക്കുന്നു. അവിടെ ജൂ ഉണ്ട്, ഹീറോയും ഉണ്ട്. ജൂ ഹീറോയോട് പറയും, നീ ആ സാധനം എടുത്ത് പുറത്ത് വന്ന ഉടനെ തലവൻ നിന്നെ കൊന്നുകളയും, ഒരു കാര്യം ചെയ്യ്,
ആ സോഡ് എനിക്കിതാ, ഞാൻ നിനക്ക് ജീവിതവും തരാം, തലവനെ കൊന്ന് ഇവിടെ തന്നെ കുഴിച്ചു മൂടുകയും ചെയ്യാം, അതേ നിനക്ക് രക്ഷയുള്ളൂ, എന്റെ കൂടെ ചേരാൻ. അതിന് ഹീറോ ചിരിക്കും. നിന്റെ കൂടെ ചേരാനോ? എന്റെ ലൈഫിന് ആരാണ് ഇപ്പൊ ഗ്യാരണ്ടി? പെട്ടെന്നാണ് കോള് വരിക, നമ്മൾ പാർക്കിലേക്ക് എത്തിക്കഴിഞ്ഞു, തുരങ്കം പാർക്കിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുഴിക്കുന്ന ആൾക്കാർ ഹീറോയെ വിളിച്ചു പറയുന്നു. ഹീറോ ഉടനെ ഓടി ചെല്ലാണ്. അകത്തോടെ ചെന്ന് തുരങ്കത്തിലൂടെ ചെന്ന് സൂവറിലേക്ക് എത്തും. സൂവറിൽ നിന്ന് പാർക്കിലേക്ക് ഇവരൊരു ചെറിയ ക്യാമറ പാർക്കിലേക്ക് കയറ്റിവിട്ട് നോക്കുന്നുണ്ട്. അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടാവും. ഇനി ഇവർ തുറക്കുകയാണെങ്കിൽ ശബ്ദം ഉണ്ടാവും. ആ ശബ്ദം പാർക്കിലുള്ള സെക്യൂരിറ്റി ഗാർഡ് കേൾക്കുകയോ പാർക്കിൽ വരുന്ന മറ്റുള്ളവരെ അറിയുകയോ ചെയ്യും. അപ്പൊ എന്താണ് വഴി? ഡോക്ടർ പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, സ്പൂൺ വെച്ച് തോണ്ടാൻ തുടങ്ങാം. ഷോഷാങ്ക് റിഡംഷൻ പടത്തിൽ അങ്ങനെയല്ല ചെയ്യുന്നു. അപ്പൊ മറ്റവൻ പോടാ തണ്ടി, നമുക്ക് വേറെ വഴിയൊന്നുമില്ല. മഴ പെയ്യാണെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ അറിയാതെ തുറക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മഴയുണ്ടോ നോക്കാം, വെതറിൽ അടുത്ത് മഴ പെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കി കാത്തിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവര് വെതർ റിപ്പോർട്ട് നോക്കവേ അതിൽ മഴ പെയ്യൂന്ന് പറയുന്നുണ്ട് അടുത്തന്നെയായിട്ട്. നെക്സ്റ്റ് ഡേ അതിന്റെ സന്തോഷത്തിൽ അവര് നിൽക്കവേ ഇവിടെ തലവനെ നമ്മുടെ ചുന്ദരി മെല്ലെ ചെന്ന് മസാജ് ചെയ്യാണ്. വേറെ മസാജേഴ്സിനെയൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ തോളിന് കനച്ചിരി കൂടുതലാ, ഞാൻ മസാജ് ചെയ്തെന്നാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ഇങ്ങനെ തഴുകി കൊടുക്കുന്നു. അപ്പൊ തലവൻ പറയും, നീ 6-7 വർഷമായില്ലേ എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, എന്തുകൊണ്ട് കുറച്ച് സമയം നിനക്ക് ഓഫ് എടുത്തുകൂടാ? ദൂരെ നമുക്കൊരു ബംഗ്ലാവില്ലേ, അവിടെ ചെന്ന് റെസ്റ്റ് ചെയ്തോ, ആവശ്യമുള്ളപ്പോൾ ഞാൻ നിന്നെ തിരിച്ചു വിളിച്ചോളാം. സംഭവം തലവന് എന്തോ ഇവളിൽ വിശ്വാസക്കുറവോ അല്ലെങ്കിൽ സംശയമോ ആയിരിക്കാം. ഇവളാണെങ്കിൽ, എന്താ സാർ ഞാൻ ബെറ്ററായിട്ട് ജോലി ചെയ്യുന്നില്ലേ, ഒന്നുകൂടെ ഞാൻ ബെറ്ററായിട്ട് ജോലി ചെയ്യണോ? താല്പര്യമില്ലെങ്കിൽ കുറച്ചു കാലം ഞാൻ മാറി നിൽക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ ഇവൾ അയാളുടെ കഴുത്തിൽ കിടക്കുന്ന താക്കോലിന്റെ ഒരു പടം മൊബൈലിൽ എടുത്ത് കളയും. അതുടനെ അവളുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കണ്ണാടിക്കാരനില്ലേ, അയാൾക്ക് സെൻഡ് ആവുന്നുണ്ട്. അയാൾ ആ താക്കോലിന്റെ സെയിം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ ഇവ പ്രതീക്ഷിച്ച പോലെ മഴ, ചുരിചുരാ കോരിച്ചൊരിയുന്ന മഴ. ഈ മഴയത്ത് ഇടിയിടിക്കൂലേ, അപ്പോഴാണ് ഇവര് മതില് പൊളിക്കാൻ തുടങ്ങുക, തട്ടി പൊളിക്കാൻ തുടങ്ങുക. അങ്ങനെ അവിടെ പൊളിപ്പ് നടക്കുമ്പോൾ ഇവിടെ ജൂ കൊറിയയുടെ മറ്റൊരു ടൗണിൽ നിന്ന് കുറെ അടിക്കാരെ ഇറക്കുന്നുണ്ട് തലവനെ തട്ടാൻ വേണ്ടി. തലവനെ തട്ടി തലവന്റെ തൊല്ലെ അങ്ങ് തീർത്തിട്ട് എല്ലാം സ്വന്തമാക്കാൻ അവനൊരു പ്ലാൻ ഇടുന്നു. ആ നേരം നമ്മുടെ ചുന്ദരി പെണ്ണ് ഹീറോയിൻ ഒരു അപ്പൂപ്പനെ കാണാൻ വരുന്നുണ്ട്. ഈ അപ്പൂപ്പൻ മറ്റാരുമല്ല, ആ വോൾട്ട് ഉണ്ടാക്കിയ അപ്പൂപ്പനാണ്. പുള്ളിക്കാരനെ കുളത്തിൽ കുടുക്കി ലേക്കിലേക്ക് തള്ളിയിട്ടപ്പോ ഇവള് ആൾക്കാരെ വെച്ച് രക്ഷപ്പെടുത്തി. എന്നിട്ട് അയാളിൽ നിന്ന് ഈ വോൾട്ടിന്റെ എല്ലാ വിവരങ്ങളും ശേഖരിച്ചു. മറ്റേ പുള്ളിയുടെ കൈരേഖ, കണ്ണിന്റെ രേഖ, ഇനി താക്കോല്. ഇയാൾക്ക് പോകാനൊരു ടിക്കറ്റും കൊടുത്തിട്ട് ആ താക്കോലായിരുന്നു ഇവളുടെ അവസാനത്തെ ടാർഗറ്റ്. അത് ഇവള് സ്വന്താക്കി. അങ്ങനെ പെണ്ണിന്റെ പ്ലാന് മറ്റൊന്ന്. ഈ നേരം ഹീറോയിൻ ടീമും അടിച്ചും തുറന്നും ആ ടോംബെത്തി, ലൈമിന്റെ കവറുള്ള ടോംബ്, ആ കല്ലറയുടെ ആദ്യ ചോര, അത് കെമിക്കൽ യൂസ് ചെയ്തിട്ടേ തുറക്കാൻ പറ്റുള്ളൂ. എത്രയും പെട്ടെന്ന് പണി തീർക്കണം. കാരണം നാളെ തന്നെ റെസ്റ്റോറേഷൻ വർക്കുകൾ തുടങ്ങും. അതിന്റെ ആൾക്കാര് സൈറ്റിലേക്ക് വന്നു തുടങ്ങി. പണിക്കാര്, കാവൽക്കാരനാണ് നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ്. ആ സെക്യൂരിറ്റി ഗാർഡിനെ കാണാൻ പോലീസുകാരൻ വരുന്നു. പോലീസുകാരൻ പറയും, അടുത്ത് തന്നെ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്നില്ലേ, അതിന് വലിയ വലിയ ചീഫുകൾ വരുന്നുണ്ട്. സോ ഈ ഏരിയയുടെ ഡ്യൂട്ടി, ഈ ടോംബിന്റെ പ്രൊട്ടക്ഷൻ, അതെല്ലാം നമ്മുടെ പോലീസുകാരനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരൻ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റിയും കാണും. അതൊരു തലവേനയാണ്. ഈ നേരത്ത് തലവനാണെങ്കിൽ വീഡിയോ ലൈവിലൂടെ ഇവന്മാരെന്താ ചെയ്യണേന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അതിനകത്തുണ്ടോന്ന് അറിയണമല്ലോ. അവന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ ലൈവിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ സോഡുമായിട്ട് അവർ പുറത്തു വരുന്നത് കാത്തിരിക്കുകയാണ് പുള്ളി. ഇവർ കെമിക്കൽ യൂസ് ചെയ്ത് കല്ലറയുടെ മതില് തുറന്നു തുടങ്ങിയിരിക്കുന്നു. ആ സമയത്ത് സ്യൂറിൽ കൂടെ പുക വരാൻ തുടങ്ങും, ഗ്യാസ്. നമ്മുടെ സെക്യൂരിറ്റി അത് ശ്രദ്ധിച്ച് അങ്ങോട്ട് വരവെയാണ്. ഭാഗ്യത്തിന് പോലീസുകാരൻ സെക്യൂരിറ്റിയെ കണ്ട്, ഓ നിങ്ങളായിരുന്നോ, ഞാൻ ഏതോ കൊള്ളക്കാരനാണെന്ന് വിചാരിച്ചു, ശരി ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞ് അയാളെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഭാഗ്യത്തിന് അവരുടെ സംസാരത്തിൽ ഈ പുക വരുന്ന അവർ കണ്ടില്ല. ഇവിടെ അവസാനം ലൈൻ പ്രൊട്ടക്ഷൻ കഴിഞ്ഞു. ഇനി ഗ്രാനൈറ്റ് ആണ്. അത് ഇവർക്ക് തുറക്കാൻ പറ്റും. ഇവരാദ്യം ഒരു ഹോൾ ഇട്ടിട്ട് ടാർഗറ്റ്, ഇവർ അന്വേഷിച്ചു വന്ന സാധനം അതിനകത്തുണ്ടോ എന്നറിയാൻ വേണ്ടി ക്യാമറ കയറ്റി വിടും. നോക്കവേ ഉണ്ട്, ആ സ്വോർഡുണ്ട്, റോയൽ സ്വോർഡ്. അത് കണ്ടു, ടാർഗറ്റ് കൺഫേംഡ്. ഇതെല്ലാം വീഡിയോ ലൈവിൽ കൂടെ തലവൻ കാണുന്നുണ്ട്. തലവന് സന്തോഷമായി. അയാൾ ജൂനോട് പറയും, വൺസ് ആ സ്വോർഡ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരെയും കൊന്നേക്ക്. ഓക്കെ. ജു അകത്തേക്ക് കയറി പോവുകയാണ് ആ സ്വോർഡ് നേരിട്ട് കയ്യിലേക്ക് വാങ്ങിക്കാൻ. ഈ പോണ വഴിക്ക് പുറത്തുള്ള അവൻ കൊണ്ടുവന്ന അടിക്കാരോട് വിളിച്ച് പറയും, ഞാൻ സിഗ്നൽ തരാം, തന്ന ഉടനെ നീ അകത്ത് വന്ന് ഞാനല്ലാത്ത എല്ലാവരെയും കൊന്നേക്കണം, ഓക്കെ അല്ലേ? അവൻ പറയും, ഓക്കെ. സിഗ്നലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ജൂ ടണലിൽ കൂടെ അകത്തേക്ക് ചെന്നിട്ട് ഇവന്മാരോട് പറയണം, പെട്ടെന്ന് തുറന്ന് സാധനം പുറത്തേക്ക് എടുക്കടാ, അല്ലെങ്കിൽ പൊട്ടിച്ചെടുക്കടാ. പൊട്ടിച്ചെടുത്താൽ വലിയ പ്രശ്നമാവും, അകത്തുള്ള സാധനം ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടൊന്ന് അടങ്ങിയിരിക്കുക, ഇപ്പൊ തന്നെ തുറക്കാന്ന് പറഞ്ഞ് ഹീറോ കാത്തിരിക്കുകയാണ്. പെട്ടെന്നാണ് ഇവരെ ജനറേറ്റർ വെള്ളം തട്ടി കേടാവുന്നത്. അത് പുകഞ്ഞുപോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് അടുത്ത ജനറേറ്റർ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ ജൂ കത്തിയെടുത്ത് ഡോക്ടർ ഒരു വെട്ടും. എന്നിട്ട് ഹീറോയ്ക്ക് നേരെ കത്തി നീട്ടിയിട്ട്, ഇനി ജനറേറ്ററും ഒന്നുമില്ല, സാധനം പൊട്ടിച്ച് സ്വോർഡ് പുറത്തെടുക്കുക. സ്വോർഡ് പുറത്തെടുത്ത്
പുറത്തെടുക്കാതെ നീ ഇവിടുന്ന് എങ്ങോട്ടും അനങ്ങില്ല, അല്ലെങ്കിൽ ആദ്യം ഞാൻ ഇവനെ കൊന്നു കാണിക്കാമെന്നും പറഞ്ഞ് ഡോക്ടറെ കുത്താൻ നോക്കുമ്പോൾ ഹീറോ പറയും, ഞാൻ ബോംബ് സെറ്റ് ചെയ്യാം, ഡോക്ടറെ വിട്ടേക്ക്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, ഇത് കുഴി ഭാഗമാണ്, ഡോക്ടറെ വിട്ടേക്ക്, 3 പേര് ഇവിടെ നിൽക്കാൻ കഴിയില്ല, വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു, അയാൾ പോട്ടെ, ഞാൻ എത്രയും പെട്ടെന്ന് സെറ്റാക്കാമെന്നും പറഞ്ഞ് ആദ്യം ഇവർ ഡോക്ടറെ പുറത്തേക്ക് പറഞ്ഞു വിടും. ഡോക്ടർ പോണ വഴിക്ക് ദേഷ്യത്തിന് അകത്തുള്ള ലൈറ്റ് കട്ട് ചെയ്ത് കളയും. സോ ഇവിടെ ഇരുട്ടായി. ഇരുട്ടത്ത് ഹീറോ ജൂനെ പുറകിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് അവന്റെ കയ്യിൽ കത്തിയൊക്കെ തട്ടി മാറ്റി രണ്ടുപേരും തമ്മിൽ അടിയാവാണ്. ഈ അടിയും ബഹളവും കണ്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന തലവന്റെ മൊബൈല് മെല്ലെ ഹീറോയിൻ അടിച്ചു മാറ്റും. സ്വിച്ച് ചെയ്യാവുള്ളൂ വേറെ മൊബൈൽ. ഈ നേരം ജൂവും ഹീറോയും തമ്മിൽ പൊരിഞ്ഞ തല്ല്. വെള്ളം നിറഞ്ഞ് ആ കേവ് ആണെങ്കിൽ ഇടിഞ്ഞ് താഴേക്ക് വീഴാൻ പോവാണ്. മൊത്തം ഇടിഞ്ഞ് വീഴാൻ പോവാണ്. ഇവരെ മണ്ടയ്ക്കായിരിക്കും വീഴുക. ഇവിടെ തലവൻ നോക്കുമ്പോൾ പെണ്ണിനെ കാണാനില്ല, ചന്തക്കാരിനെ കാണാനില്ല. ഇതെന്താ സംഭവിക്കുന്നു? ഹീറോ തുരങ്കത്തിൽ കൂടെ ആ കേവിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് അഴഞ്ഞു വരവേ ജൂനെ ചവിട്ടി കേവിനകത്തേക്ക് ഇട്ടിട്ട് പുറത്തെത്തിയോ ഇല്ലയോ കേവ് എന്തായാലും ഇടിഞ്ഞു വീണു. ജൂണാണെങ്കിൽ ഡോങ്കോ ഡോങ്കോ ചത്തുപോയടാന്നും പറഞ്ഞ് തൊള്ള പൊളിച്ച് കരയവയാണ്. പുറകിൽ ഹീറോ വന്ന് നിൽക്കുക. നീ എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ നിന്റെ തൊപ്പി തപ്പി പോയതാന്നും പറഞ്ഞ് ഹീറോ അവനെ കളിയാക്കും. എങ്ങനെയൊക്കെയോ 2 കൂടി പുറത്തേക്ക് ചാടി വന്നിട്ട് കാര്യമില്ല, സോഡില്ല കയ്യിൽ. തലവൻ തോക്ക് കാണിച്ച് ചാകാൻ വേണ്ടിയാണ് അവിടെ 2 പേരും പുറത്തേക്ക് വന്നത്. ഇനി നിങ്ങളെ ജീവനോടെ വെച്ചിട്ട് എനിക്ക് എന്താണ് കാര്യം? ഉടനെ ഹീറോ പറയും, ഒരു വഴിയില്ലാതെ ഞാൻ പുറത്തു വരുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഒരു മാർഗം കൂടിയുണ്ട്. നമ്മൾ ടോംബിന് മുകളിൽ നിന്ന് തന്നെ ടോംബ് കുഴിച്ച് സാധനം എടുക്കും. ടോംബിന് ചുറ്റും വാട്ടറും ഗ്യാസ് പൈപ്പുകളുമാണ്. തോണ്ടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവും. എന്നാൽ ആദ്യമേ അതിനെയെല്ലാം ബോംബുകൾ വെച്ച് പൊട്ടിച്ചു കളഞ്ഞാലോ? ഏരിയ മുഴുവൻ റെയിൻ ഫ്ലഡാണ്. വാട്ടർ പൈപ്പുകൾ ബ്ലാസ്റ്റ് ചെയ്യാം, ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യാം. സോ ചുറ്റും കേയോസ് ഉണ്ടാവും. അതിലാരും ശ്രദ്ധിക്കില്ല. നമ്മൾ ജോലിക്കാരാണെന്നുള്ള പേരിൽ തോണ്ടി തുടങ്ങും. ഈ ഐഡിയ ഹീറോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാരെയും തട്ടാൻ വന്ന പുതിയ ഗ്യാങ്ങില്ലേ അവന്മാര് ഇവനെവിടെ പോയടോ, സിഗ്നൽ തരാന്ന് പറഞ്ഞിട്ട് മണിക്കൂർ ഒന്നായല്ലോ, നമ്മളിനി എന്ത് കാണാനാ കാത്തിരിക്കുന്നു? ഇറങ്ങി വരുന്നിടാന്നും പറഞ്ഞ ആയുധങ്ങളൊക്കെ എടുത്ത് ഇവർ ഇറങ്ങവേ വാട്ടർ പൈപ്പുകളെല്ലാം പൊട്ടി ആ ഏരിയ മുഴുവൻ കലവില കച്ചറയായി. ഒരു വണ്ടി കൺട്രോള് വിട്ട് ഈ ഗുണ്ടാത്തലവൻ ഇടിക്കാൻ വേണ്ടി വരും. അപ്പോഴാണ് അവന്റെ മോന്തയൊക്കെ മാറി പേടിച്ച് വിറച്ച് മൂത്രം ഒഴിച്ചിട്ട് അവൻ തിരിച്ച് വണ്ടിക്കകത്ത് കയറി, വേണ്ട നമുക്ക് ഈ പരിപാടി വേണ്ട, ഫോൺ വരികയാണെങ്കിൽ നമുക്ക് പോവാം, അല്ലെങ്കിൽ ഇവിടുന്ന് സ്ഥലം വിട്ട് പോവാന്ന് പറയും. അങ്ങനെ മൊത്തം കച്ചറ, ടൗണ് മൊത്തം ട്രാഫിക് ബ്ലോക്ക്, വെള്ളംചാട്ടം, അപ്പിടി ഇപ്പിടി, പോലീസ്, ഫയർ എഞ്ചിൻ, ഇന്തമാതിരി കച്ചറയൊക്കെ ഉള്ള സമയത്ത് ഹീറോയിൻ ടീമും അകത്തുള്ള കേബിൾസും പൈപ്പ് ലൈനും ഒക്കെ കറക്റ്റ് ചെയ്യാനുള്ള ആൾക്കാരാണ്, അതിന്റെ സർവീസ് പീപ്പിൾസ് ആണെന്നും പറഞ്ഞ് എൻ്റർ ആവാൻ നോക്കും. സെക്യൂരിറ്റി തടഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇൻചാർജിനോട് ചോദിക്കണം, നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞിട്ടേ പെർമിഷൻ ഉണ്ടെങ്കിലേ വിടാൻ പറ്റുള്ളൂ എന്ന് പറയും. ഉടനെ ഹീറോ താൻ വെള്ളമടിച്ചിട്ടാണോ സംസാരിക്കുന്നത്? നല്ല മദ്യത്തിന്റെ മണമുണ്ടല്ലോ. ഈ സമയത്ത് ഞങ്ങളെ സംശയിക്കുകയാണോ വേണ്ടത്, അതോ മദ്യപിച്ച തന്നെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുകയാണോ വേണ്ടത്? എന്താ വേണ്ടെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആ മനുഷ്യനെ പേടിപ്പിക്കുമ്പോൾ പുള്ളിക്കാരൻ ഇവരകത്തേക്ക് കടത്തിവിടും. ഇവർ വലിയൊരു പോസ്റ്റ് കൊണ്ട് മറച്ചിട്ട് പൂജയൊക്കെ ചെയ്ത് കുഴിക്കാൻ തുടങ്ങി. ഈ നേരം നമ്മുടെ സുന്ദരി ബുദ്ധിമതി ഇവരെ സ്പെഷ്യൽ വോൾട്ടിലേക്ക് വരുന്നു. അവളുടെ കയ്യിലാണല്ലോ മൊബൈൽ, അതുകൊണ്ട് അവൾക്കേ മെസ്സേജ് കിട്ടൂ. കണ്ണിന്റെ കൺരേഖയും കയ്യിലെ കൈരേഖയൊക്കെ വെച്ച് ഇവള് വോൾട്ടിനകത്ത് കയറി. ഈ നേരം ഹീറോയിൻ ടീമും കറക്റ്റ് ആ ഗ്രേവിന് അരികത്ത് തന്നെ തുരന്ന് ഗ്രേവ് പൊട്ടിച്ച് അതിനകത്തുള്ള ശവപ്പെട്ടി പുറത്തേക്ക് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ലൈം മതിലൊക്കെ ഉണ്ടല്ലോ, അതിനെ ഇവർ ക്രെയിനൊക്കെ വെച്ച് കേബിൾ വെച്ച് വലിച്ച് പൊട്ടിച്ചെടുക്കും. ഇതിപ്പോൾ ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാലോ. അവസാനം ശവപ്പെട്ടി പുറത്ത് കെട്ടി. ഹീറോ തലവനോട് വിളിച്ചു പറയും, ഈ ഗ്രേറ്റ് കിങ്സ്വാർഡ് ആദ്യമായി കണ്ണുകൊണ്ട് കാണുന്നത് നിങ്ങൾ തന്നെ ആവട്ടെ, വരൂ സാർ, താഴത്തേക്ക് വരൂ. പുള്ളിക്കാരൻ താഴേക്ക് ചെല്ലുന്നു. ആക്രാന്തത്തോടെ പെട്ടി തുറന്ന് നോക്കുമ്പോൾ അതിനകത്തൊരു കുട്ടിയുമില്ല. സോഡ് എവിടെയാടാ വാള്? നീ എന്നെ പറ്റിക്കുകയായിരുന്നു, വാൾ ഒളിപ്പിച്ചോ? എവിടെയാണ് നീ ഒളിപ്പിച്ച്? സത്യം പറയടാ. ഇയാള് തോക്കെടുത്ത് ചൂണ്ടി. അപ്പൊ ഹീറോ പറയും, ഒരു വാളിന് വേണ്ടി നീ ഒരാളെ കൊല്ലാൻ തുനിഞ്ഞ് തയ്യാറായോ? അതിന് വില്ലൻ, ആ വാളിന്റെ വില എന്താണെന്നറിയോ? 1000 ഗ്രേവ് റോബറിക്കാരെക്കാട്ടിലും വിലയുണ്ട് ആ വാളിന്. നിന്നെപ്പോലെ 1000 എണ്ണത്തിനെ കൊന്നാലും കുഴപ്പമില്ല, അങ്ങനെ ഒരു വാളിനെ സമ്പാദിക്കാം. അത് കേട്ട് ഹീറോ പറയും, അതുകൊണ്ടാണോ നീ അങ്ങനെ ചെയ്ത്? അതുകൊണ്ടാണോ നീ ആ പാവം ഗ്രേവ് റോബറിക്കാരനെയും അയാളുടെ കൊച്ചുമകനെയും ജീവനോടെ കുഴിച്ചു മൂടിയത്? പെട്ടെന്ന് ആ സീൻ ഫ്ലാഷിൽ ഓടുന്നുണ്ട്. വില്ലന് മനസ്സിലാകും, നീയായിരുന്നു അത്. വില്ലൻ ചിരിച്ചിട്ട്, നീ രക്ഷപ്പെട്ട് വളർന്നു വന്നിരിക്കുന്നു, എന്നിട്ട് നീ എന്നെ ഇല്ലാതാക്കാൻ പോവുകയാണോ? ഇപ്പോഴും എൻ്റെ തോക്കിന് മുന്നിൽ തന്നെയാടാ നീ. അവസാനമായിട്ട് ചോദിക്കുന്നു, എവിടെ ആ സ്വാഡ്? അത് കേട്ട് ഹീറോ ചിരിച്ചിട്ട് പറയും, നിനക്കിപ്പോഴും ആ സ്വാഡ് കണ്ടുപിടിക്കണം എന്നാണോ? എടാ മണ്ട, ഞാനിതെല്ലാം ചെയ്തു കൂട്ടിയത് നിനക്ക് ആ സ്വാഡ് എടുത്തു തരാൻ വേണ്ടിയിട്ടാണെന്ന് കരുതിയോ? നീ ആ വാളെന്നും പറഞ്ഞ് വാളിലേക്ക് ആക്രാന്തം കാണിച്ചുകൊണ്ടിരുന്ന സമയത്ത് സംഭവം മറ്റൊന്ന് നടക്കുകയായിരുന്നു. എന്താന്ന് വെച്ചാൽ ഇവിടെ ഹീറോയിൻ വോൾട്ടിനകത്തേക്ക് എൻ്ററായി നോക്കുന്നു. ഒരു പൊട്ടി പീസ് സാധനമില്ല, എല്ലാം അവൻ അടിച്ചു കഴിഞ്ഞു. അവൻ അവിടെ തുറക്കുന്ന സമയത്ത് ഇവിടെ വേറെ ആൾക്കാരെ വെച്ച് തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർക്കറിയില്ല, ഒരു ചെറിയ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഹീറോ. ഡൊങ്കോ അവൻ്റെ പേര്, നിനക്ക് വേണ്ടിയിട്ടാണ് എല്ലാം, എൻ്റെ പൊന്നെ നിനക്ക് വേണ്ടിയിട്ടാണെന്ന്. ഇവളങ്ങോട്ട് വരുമെന്ന് അവനറിയാം. ഇവിടെ അപ്പനും മോളൊക്കെ വില്ലൻ്റെ നിന്ന് അടിച്ചു മാറ്റിയ സാധനങ്ങൾ കൊണ്ട് കൊണ്ടാടിക്കൊണ്ടിരിക്കുക. ആ ഫോട്ടോ ഹീറോ കാണിച്ചു കൊടുക്കും.
സംഭവം അവൻ്റെ വോൾട്ട് അടിക്കാൻ വേണ്ടി ഹീറോ ഇല്ലാത്തൊരു സ്വാഡിൻ്റെ കഥ ഇട്ടുകൊടുത്തതായിരുന്നു. അതിൽ വില്ലൻ വീഴുകയും ചെയ്തു. വില്ലൻ ദേഷ്യപ്പെട്ട് പറയും, ആ ആൻറ്റിക്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോടാ നിനക്കത് വിൽക്കാൻ കഴിയില്ല. ഞാൻ അറിയാതെ ഈ നാട്ടിൽ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. തിരിച്ചു തന്നേക്ക്, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞിട്ട് ഇയാളൊരു വെടിയും വെക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ ആണെങ്കിൽ, ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ് ഈ കുഴിയിലേക്ക് ഇറങ്ങിയതെന്ന് നീ വിചാരിച്ചോ? ഞാൻ നിന്റെ കൂടെ ചാവാൻ വേണ്ടി തന്നെയാണ് ഇറങ്ങിയത്. നമുക്ക് ഒരുമിച്ച് ചാവാം. ഉടനെ ആരോ ആ കുഴിയിലുണ്ടായിരുന്ന ഏണി എടുത്ത് മാറ്റുന്നു. കുഴിയിലേക്ക് മണ്ണിടാനും തുടങ്ങും. വില്ലന്റെ കയ്യിലെ തോക്കൊക്കെ തെറിച്ചു പോകുന്നുണ്ട്. ഹീറോ വില്ലനെ ചവിട്ടിയിട്ട് അവന്റെ തോക്ക് അടിച്ചു മാറ്റിയിട്ട്, നിന്നെ ഞാൻ കൊല്ലാൻ പോകുന്നില്ല, ഞാനൊരു കൊലയാളിയല്ല, വെറും ഒരു കൊള്ളക്കാരനാണ്. നീ ഗ്രേവി കിടന്ന് ചാവുക ജീവിക്കുക, എന്തെങ്കിലും ചെയ്തോന്നും പറഞ്ഞ് ഹീറോ ആ കുഴിയിൽ നിന്ന് പൊങ്ങി മുകളിലേക്ക് വരുന്നു. ഇവിടെ ഇവരുടെ ജോലിക്കാരായിട്ട് വന്നതെല്ലാം തന്നെ ഹീറോയുടെ കൂട്ടുകാരായിരുന്നു. അവസാനം ഇവൻ ആ കിളവനൊരു ചോക്കോപ്പ ഇട്ട് കൊടുക്കും. ഇവൻ കുഞ്ഞായിരിക്കുമ്പോൾ അയാൾ ഇട്ട് കൊടുത്ത അതേപോലെ തന്നെ. എന്നിട്ട് ഇവർ മണ്ണിട്ട് മൂടാൻ തുടങ്ങുന്നു. ആ കുഴി അങ്ങനെ മണ്ണിട്ട് മൂടാൻ തുടങ്ങുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ പിറ്റേ ദിവസം കൊറിയയിലെ കൾച്ചറൽ ഹെറിറ്റേജ് അഡ്മിനിസ്ട്രേഷൻ, അതായത് അവരുടെയൊക്കെ വിലപിടിപ്പുള്ള ആന്റിക് സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം, അവിടേക്ക് ഒരു നമ്പറും ഇല്ലാത്ത 2 ട്രക്കുകൾ വന്ന് നിൽക്കുന്നു. നോക്കുമ്പോണ്ട് കൊറിയയുടെ വിലപിടിച്ച ആന്റിക് സാധനങ്ങളെല്ലാം തന്നെ, വില്ലന്റെ വോൾട്ടിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും തന്നെ ഈ 2 ട്രക്കിനകത്തുണ്ടാവും. അത് ഗവൺമെന്റിലേക്ക് തിരിച്ചു കൊടുത്തത് നമ്മുടെ ഹീറോയും ടീമുമാണ്. എല്ലാത്തിനും കൂടെ നിന്ന് സഹായിച്ചത്, ഒരു മായാവിയെ പോലെ നിന്ന് സഹായിച്ചത് പോലീസുകാരനും. ഇവൻ എന്താ പരിപാടി ചെയ്യാൻ പോണെന്നുള്ള കാര്യമൊക്കെ ഇവൻ പോലീസുകാരനോട് പറയാൻ കാരണം, ആ സ്വോർഡ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ വില്ലന്മാരവനെ കൊല്ലും. മരിക്കുന്നതിലും ഭേദം പോലീസുകാരനെ സഹായിക്കുന്നതാണ്. സോ ആന്റിക്സ് ഒക്കെ, ഇയാളുടെ സ്പെഷ്യൽ വോൾട്ടിലുള്ള ആന്റിക്സ് ഒക്കെ പോലീസുകാരന് കൊടുക്കാമെന്ന് ഹീറോ സമ്മതിച്ചു. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോലീസുകാരനും ഹീറോയെ സഹായിച്ചു. ഇവരവിടെ കുഴിക്കുമ്പോൾ തന്നെ അതേ സമയത്ത് തന്നെ മറ്റേ സ്ഥലത്തും കുഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ സോഡുണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞ, എഴുത്തു നോക്കി പറഞ്ഞ ഡോക്ടറിലെ അയാൾക്ക് ഇവർ കാശ് കൊടുത്തായിരുന്നു. പിന്നെ വീഡിയോയിൽ കണ്ട സോഡ് നമ്മുടെ ടെക്നിക്കൽ കൊച്ചുപെണ്ണ് അവള് ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. എന്നിട്ടത് ഇയാളെ കാണിക്കാൻ കയറ്റിവിട്ടു. പോലീസുകാരനെ എല്ലായിടത്തും സഹായിച്ചു. ഹീറോ ആദ്യ തവണ വോൾട്ടിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ഡ്രോണ് തലവനോട് വർത്താനം പറഞ്ഞ് ഒരു പോട്ടിനകത്തേക്ക് ഇട്ടു. നമ്മുടെ കൊച്ചു സുന്ദരി അനീത്തിക്കുട്ടി ആ ഡ്രോൺ ഉപയോഗിച്ച് പറത്തി അതിനകത്ത് സെൻസർ ഓഫ് ചെയ്യാണ് ചെയ്തത്. എന്നിട്ടാണ് ഇവർ തറ പൊട്ടിച്ച് അകത്തേക്ക് കയറിയത്. അങ്ങനെ എല്ലാം ബറാബർ തിരിച്ചു കൊടുത്തു. ഓക്കെയായി, ഇവർക്ക് സമാധാനം. എന്നാൽ ഡോക്ടർ പറയും, അതിൽ ഒരു സാധനമെങ്കിലും എടുത്ത് വിറ്റിരുന്നെങ്കിൽ നമ്മുടെ ചെലവെങ്കിലും കഴിഞ്ഞു പോയതിന്, എല്ലാം കൊടുത്ത് ഇത്ര നല്ലവരാവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂട്ടുകാർക്ക് പോലും ഞാൻ പൈസ കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞ് ജടയനും കരയും. അപ്പോഴാണ് ഹീറോ വണ്ടി നിർത്തിയിട്ട് 2 വലിയ പെട്ടി തുറന്ന് പണം കാണിച്ചു കൊടുക്കുക. വില്ലന്റെ വോൾട്ടിനകത്ത് ഒരുപാട് പണം ഉണ്ടായിരുന്നു. ആന്റിക്കുകളിനെക്കാട്ടിലും പണമാണ് അവൻ കൂടുതലായിട്ട് മറച്ചു വെച്ചിരുന്നത്. അത്രയും പണം ഇവരുടെ കയ്യിലാണ്. ഇതിനെക്കുറിച്ച് പോലീസുകാരന് പോലും അറിയില്ല. ജടയൻ കരയാൻ തുടങ്ങും, കരഞ്ഞ് കെട്ടിപ്പിടിക്കാൻ തുടങ്ങും. ഞാനിനി എല്ലാവർക്കും സഹായം ചെയ്യുമെന്ന് പറയുവാൻ അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഈ തലവൻ രക്ഷപ്പെടാൻ വേണ്ടി പെട്ടിക്കകത്ത് കയറിയിരുന്നാണ് മണ്ണിട്ട് മൂടവൻ. പിറ്റേ ദിവസം ഗ്രേവ് റിപ്പയറുകാർ ടോമ്പ് തോണ്ടിയെടുക്കുമ്പോൾ അതിനകത്തൊരു ബോഡി. സംഭവം തലവൻ പിടിക്കപ്പെട്ടു. ഇങ്ങനെ ആന്റിക് സാധനങ്ങൾ കൊള്ളയടിക്കുന്ന കൊള്ളക്കാരനാണ് എന്ന രീതിയിൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നു. അതേസമയം ഗവൺമെന്റിന് കിട്ടിയ ആന്റിക് സാധനങ്ങളെല്ലാം തന്നെ ഈ മിസ്റ്റർ ജിന്നിന്റെ വോൾട്ടിൽ ഉണ്ടായിരുന്നതാണ്. അതിപ്പോൾ പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചത് ഹീറോയിനാണ് എന്ന രേഖ ഹീറോ പോലീസുകാർക്ക് കൊടുക്കും. അതായത് അവളെന്തോ നല്ലത് ചെയ്തതുപോലെ. അങ്ങനെ ഇന്റർവ്യൂവിന് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഹീറോയും പറയും, എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു അയാൾ ഇങ്ങനത്തെ ഒരു കുറ്റക്കാരനാണ്, ദ്രോഹിയാണെന്ന്. അത് മനസ്സിലാക്കിയ ഉടനെ, വലിയ പാപമാണെന്ന് മനസ്സിലാക്കിയ ഉടനെ ഞാനത് ഗവൺമെന്റിന് കൊടുക്കാൻ തീരുമാനിച്ചു. ഈ പ്രവൃത്തി ചെയ്തു. കരഞ്ഞൊക്കെ കാണിക്കും. ചേച്ചി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഹീറോ വിളിക്കുക. നീ എന്തിനാടാ എൻ്റെ പേര് പറഞ്ഞ് സാധനങ്ങൾ തിരിച്ചു കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ, അത് അടിപൊളിയല്ലേ, എനിക്ക് നിന്നോട് സ്നേഹമായിരുന്നു, ഈ നാട്ടുകാർ നിന്നെ സ്നേഹിക്കട്ടെ എന്ന് വെച്ചു. ഇവള് നീ ഇപ്പം എങ്ങോട്ടാ പോകണമെന്ന് ചോദിക്കും. നിന്റെ പ്ലാൻ എന്താണ്? എന്തായാലും ആന്റിക്കുകൾ ഇനി ആർക്കും ഇല്ലല്ലോ, ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നു? ഹീറോ പറയും, ഞങ്ങളിപ്പോൾ ജപ്പാനിലേക്കാണ്, ഒഗുറ കളക്ഷൻസ്. കൊറിയയിൽ നിന്ന് എന്താണോ കൊണ്ടുപോയത് അത് തിരിച്ചു കൊണ്ടുവരാൻ പോവാണ്. എൻ്റെ ഈ ചന്തമുള്ള മോന്ത ഒന്നുകൂടെ കാണണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വായോ എൻ്റെ കൂടെ. അങ്ങനെ ഇവര് ചിരിച്ച് കളിച്ച് ഒഗുറ കളക്ഷൻസ് എടുക്കാൻ വേണ്ടി ജപ്പാനിലേക്ക് പോവാണ്. അവിടെ വെച്ച് കളക്ടേഴ്സ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് മൂവി? എൻജോയ് ചെയ്തെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടും.